ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. യൂണിറ്റ് 1ൻ്റെ ബാക്കി ആക്ടിവിറ്റീസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. യൂണിറ്റ് 1 ദ ടെൻഡർ ടച്ച് എന്ന യൂണിറ്റിലെ 7, 8, 9, 10, 11 ആക്ടിവിറ്റീസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ആവശ്യമായ 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് എല്ലാം സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടുന്നതാണ്. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 7. ആക്ടിവിറ്റി നമ്പർ 7ൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കൊന്ന് നോക്കാം അതെന്തൊക്കെയാണെന്ന്. പുട്ട് എ ടിക്ക് മാർക്ക് കൊടുക്കുക എഗെയിൻസ്റ്റ് ദ പിക്ചേഴ്സ് ദാറ്റ് റിഫ്ലക്റ്റ് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്. ദയയുള്ള പ്രവർത്തികൾക്കു നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക. ദയാപൂർവമുള്ള പ്രവർത്തികൾ, ആക്ട് ഓഫ് കൈൻഡ്നെസ്, ആൻഡ് കമൻറ്റ് ഓൺ ദം. അപ്പോൾ ഇവിടെ നോക്കുക, ഒന്നാമത്തെ പിക്ചർ നോക്കൂ. ഒരു അപ്പൂപ്പൻ കുട്ടിയെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്നു അല്ലേ. അത് എന്താണ്? ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. അതൊരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. കൈൻഡ്, ദയ. അപ്പോൾ അതിന് നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക ഒന്നാമത്തേന്. രണ്ടാമത്തെ പിക്ചർ നോക്കൂ, കുട്ടി സൈക്കിൾ ഓടിക്കുകയാണ്. അതിൽ ആക്ട് ഓഫ് കൈൻഡ്നെസ് ഒന്നുമില്ല അല്ലേ. മൂന്നാമത്തേതിൽ എന്താണ്? ആളുകൾ എന്തോ അടികൂടുകയാണ് അല്ലേ. അതിലും കൈൻഡ്നെസ് തീരെ ഇല്ല. അടുത്തത് ഒരാളിരുന്ന് TV കാണുകയാണ്. ഇതിലും ആക്ട് ഓഫ് കൈൻഡ്നെസ് ഒന്നും വരുന്നില്ല. അടുത്ത പിക്ചർ നോക്കൂ, ഒരു ഭിക്ഷക്കാരൻ, ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു പെൺകുട്ടി വെള്ളം കൊടുക്കുകയാണ്, കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ എന്താണത്? അത് ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. അപ്പോൾ അതിന് ടിക്ക് മാർക്ക് കൊടുക്കണം. അടുത്ത പിക്ചർ നോക്കൂ, മുറിവ് പറ്റിയ ഒരു പട്ടിക്കുട്ടിയെ ഒരു കുട്ടി എടുത്ത് സഹായിക്കുകയാണ് അല്ലേ. ഇതും ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. അപ്പോൾ ഒന്ന് ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്, 2, 3, 4 അല്ല. അഞ്ചാമത്തതും ആറാമത്തതും ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. അപ്പോൾ 1നും 5നും 6നും നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ആക്ടിവിറ്റി നമ്പർ 8. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഇവൻറ്റ്സ്, സംഭവങ്ങൾ. സ്റ്റോറിയിലെ കുറച്ച് സംഭവങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ദം ഇൻ ഓർഡർ. അതിനെ നമ്മൾ ഓർഡറിലാക്കി എഴുതുക. അപ്പോൾ ഇതിൽ ആദ്യം നടന്ന സംഭവം ഏതാണ്? നമുക്ക് ആദ്യം എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. ഹെഡ് മാസ്റ്റർ സാഷയും നവീനെയും പ്രശംസിച്ചു. രണ്ടാമത്തത് സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. സാഷയും നവീനും കവിതയുടെ അടുത്ത് പോയി, കവിതയുടെ വീട്ടിൽ ചെന്നു. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. കവിത എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ക്രാഡ്ലിംഗ്, ഊഞ്ഞാലാട്ടുകയായിരുന്നു അവളുടെ കുഞ്ഞനിയനെ. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നവീൻ ജനലിനടുത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷ കവിതയ്ക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. നമുക്ക് നോക്കാം ഏതാണ് ഇതിൽ ആദ്യം ഉണ്ടായത്. ഫസ്റ്റ് നവീൻ ആ കുട്ടിയെ കണ്ടു അല്ലേ. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. രണ്ടാമതായിട്ട് സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. മൂന്നാമതായിട്ട് കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. കവിത അവളുടെ യങ്ങർ ബ്രദറിനെ ഊഞ്ഞാലാട്ടുകയായിരുന്നു. അടുത്തത് സാഷ ഗേവ് എ പിക്ചർ ബുക്ക് ടു കവിത. സാഷ കവിതയ്ക്ക് ഒരു പിക്ചർ ബുക്ക് കൊടുത്തു. ലാസ്റ്റാണ് ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി നമ്പർ 9. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. വാട്ട് ആൾ തിങ്സ് ഡു യു സീ ഇൻ ദ പിക്ചർ. പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? എ ബിഗ് ട്രീ, എ ക്രാഡിൽ, സാഷ, സാഷാസ് മദർ, a dog, a cat,
എ ടെൻറ്റ്, ബേർഡ്സ് അല്ലേ, ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. കവിത ഈസ് സ്റ്റാൻഡിങ് ബിസൈഡ് ഹെർ മദർ. കവിത അവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നു. ഹെർ മദർ ഈസ് കുക്കിംഗ്. അവളുടെ അമ്മ പാചകം ചെയ്യുന്നു. ദർ ഇസ് എ ബിഗ് ട്രീ. അവിടെ ഒരു വലിയ മരമുണ്ട്. ദർ ഇസ് എ ക്രാഡിൽ ടൈഡ് ടു ദ ട്രീ. ദർ ഇസ് എ ക്രാഡിൽ ടൈഡ് ടു ദ ട്രീ. ആ ട്രീയിൽ ഒരു ക്രാഡിൽ ഉണ്ട്. ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് ഇൻ ഇറ്റ്. അവളുടെ ലിറ്റിൽ ബ്രദർ അതിൽ ഉറങ്ങുന്നു. ദർ ഇസ് എ ഡോഗ് ആൻഡ് എ കാറ്റ് വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. ഒരു നായയും ഒരു പൂച്ചയും അവരുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ ആൾസോ സീ ദ ടെൻറ്റ്. അല്ലേ, നമുക്ക് അവിടെ ടെൻറ്റ് കാണാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം. ദർ ഇസ് എ ടെൻറ്റ്. ദർ ആർ 2 ബേർഡ്സ് ഫ്ലൈയിങ്. ഇങ്ങനെ നമ്മൾ ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 10. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ആൻഡ് മാച്ച് ദം വിത്ത് ദ ഇമോജീസ്. ഇങ്ങനത്തെ ഇമോജികളൊക്കെ നമ്മളിപ്പോൾ ധാരാളം കണ്ട് പരിചയമുണ്ട് അല്ലേ. ഫസ്റ്റ് ഇമോജി എന്തിൻ്റെയാണ്? ഹാപ്പിയാണ് അല്ലേ. ഫസ്റ്റ് ഇമോജി ഹാപ്പി, സെക്കൻഡ് ഇമോജി സാഡ്, സങ്കടം. അവസാനം തേർഡ് ഇമോജി ഏതാണ്? സർപ്രൈസ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഹാപ്പിയാണ്, ബി എന്ന ഇമോജി സാഡാണ്, സി എന്ന ഇമോജി സർപ്രൈസ് ആണ്. അപ്പോൾ നമുക്കിതിൽ സെൻറ്റൻസുകൾ നോക്കിയിട്ട് എ ആണോ ബി ആണോ സി ആണോ എന്ന് നമ്മൾ പറയണം. കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. കവിത അത്ഭുതപ്പെട്ടു ഒരു സ്റ്റോറി ബുക്ക് അവൾക്ക് കിട്ടിയപ്പോൾ സാഷയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അവൾക്ക് എന്താണ് അതിൽ വന്നത്? സർപ്രൈസ് ആണെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ സർപ്രൈസിൻ്റെത് സി ആണ്, സി എഴുതണം. സാഷ ആൻഡ് നവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. അവിടെ ഹാപ്പി ആണെന്ന് സെൻറ്റൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ ബോക്സിൽ എ എഴുതണം. മൂന്നാമത്തത് സാഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷീ ബിക്കെയിം സാഡ്. അങ്ങനത്തെ ഒരു ഡ്രസ്സിൽ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൾ എന്താണ്? ഷീ ബിക്കെയിം സാഡ്. സാഡ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ബോക്സിൽ നമ്മൾ ബി എന്ന് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി നമ്പർ 11, സോൾവ് ദ പസിൽ. ഈ പസിൽ നമ്മൾ സോൾവ് ചെയ്യുക, ഇതൊക്കെ കംപ്ലീറ്റ് ആക്കുക. അതിനാദ്യം നമുക്ക് ഡൗണിലേക്കുള്ള സെൻറ്റൻസ് വായിക്കാം. വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. ഒന്നാമത്തെ ഡൗണിലേക്കുള്ളതാണ്. അതിന് എസ് എന്ന് കൊടുത്തിട്ടുണ്ട് മേലെ, 1 എന്നുള്ളതിൻ്റെ അവിടെ എസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്? വി ഗോ ടു സ്കൂൾ ടു സ്റ്റഡി. അപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ ബാക്കി സ്പെല്ലിംഗ് എഴുതണം. എസ് കഴിഞ്ഞാൽ CHOOL. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തതും എസ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഡ്രസ് ഫോർ ഗേൾസ്. ഗേൾസിനുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ നമുക്കവിടെ ചേരുന്നത് വേണം എഴുതാൻ. യെസ്, ഏതാ വേണ്ടത്? സ്കേർട്ട്. SKIRT. ഓക്കെ, SKIRT. ഇനി മൂന്നാമത്തതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? എഫ് ആണ്. എ പേഴ്സൺ ഹൂ അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. നിങ്ങളെ നന്നായി അറിയുന്ന ഒരാൾ. അതാരാണ്? എഫ് എന്ന് ആദ്യം കൊടുത്തിട്ടുണ്ട്, ഇയും ഉണ്ട്. അപ്പോൾ FRIE അവിടെ ഉണ്ട്. ND, ഫ്രണ്ട്. ഓക്കെ, ഇനി 5 താഴേക്കുള്ളത് നോക്കൂ. ടച്ച്ഡ് ജെന്റിലി. പതുക്കെ തൊടുക. അതായത് ഇവിടെ വരുന്നത് പാറ്റഡ് ആണ്. തലോടുക. പതുക്കെ തൊടുക എന്ന് പറഞ്ഞാൽ തലോടുക എന്നാണ് ഇവിടെ. P കൊടുത്തിട്ടുണ്ട്. PATTED, പാറ്റഡ്.
ഇനി ക്രോസ്, എക്രോസ്. എക്രോസിൽ 4 നോക്കാം. സി തന്നിട്ടുണ്ട്, അവസാനം എസ്സും ഉണ്ട്. എന്താണ് നോക്കാം. ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. ഈഗർ ടു ലേൺ എന്ന് പറഞ്ഞാൽ ലേൺ പഠിക്കാനുള്ള, അറിയാനുള്ള ആഗ്രഹം. നോ സംതിങ്, അറിയാനുള്ള ഭയങ്കരമായ ആഗ്രഹം. അതിനെന്താണ് ഇതിലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ക്യൂരിയസ് എന്നാണ്. അതിൽ സി കൊടുത്തിട്ടുണ്ട്, എസ്സും അവസാനത്തിൽ ഉണ്ട്. ക്യൂരിയസ്, CURIOUS, CURIOUS, ക്യൂരിയസ്. ആറാമത്തെ നോക്കാം. എ സ്വിങ്ങിങ് ബേബി ബെഡ്. എ സ്വിങ്ങിങ് ബേബി ബെഡ്, ക്രാഡിൽ അല്ലേ, നമ്മൾ പഠിച്ച വാക്കാണ് ഇപ്പോൾ അത്, ക്രാഡിൽ. CRADLE, ക്രാഡിൽ. CRADLE. അപ്പോൾ എല്ലാവരും പസിൽ കംപ്ലീറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.